സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ സ്വന്തം സിനിമാ കുടുംബമായ മാജിക് ഫ്രെയിംസിൻ്റെ എല്ലാമായ ലിസ്റ്റിൻ ചേട്ടൻ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഗുഡ് മോർണിംഗ്. കുറച്ച് താമസിച്ചു, നമ്മൾ 10:30 എന്നായിരുന്നു സമയം പറഞ്ഞത്. കുറച്ച് താമസിച്ചു, കാരണം ഏതൊരു പടമൊക്കെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് കാലമായിട്ട് നടുവേദന കാലുവേദനയൊക്കെ ഇങ്ങനെ വരാറായിട്ടുണ്ട്. അപ്പോൾ ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങണം എന്നുള്ളത് ഒരാളുടെ ഉപദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി. അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത്. ബീച്ചാട്ടം വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഞങ്ങളത് നേരെ തിരിച്ചായിരുന്നു. ബീച്ചാട്ടം വന്നിട്ട് ബാക്കി കുറേ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ബീച്ചാട്ടൻ്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങട്ടാ എന്നുള്ളതൊക്കെ ഉണ്ട്. പുള്ളി എല്ലാത്തിനും അതിനും മറുപടി തരുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ കുറേ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു. കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ആളുടെ ഒരു സന്തോഷം. ഞാനൊക്കെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒഴിവരുന്ന 2 ബസ് ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പൂജ കൂടാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഒരു ഡയറക്ടറെ പുതിയ തുടക്കമാണ്. അപ്പോൾ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ 32, 36, 37 ഡിസോർഡറായിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാകാനായിട്ട് ബിജു ചേട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിൻ്റെ ഓർഡർ തെറ്റിച്ചത്. പക്ഷേ കുറേ നാൾ കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുറേ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ 6, 6:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരും. ഇങ്ങനെ എന്താ എൻ്റെ സിനിമയുടെ കാര്യം. അപ്പം എനിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് മിക്കവാറും എന്നെ തന്നെ തട്ടിക്കളയാനായിട്ടൊരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം. ഇത് താമസം എടുത്തപ്പോഴത്തേന്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത സിനിമയിൽ ദിലീപേട്ടൻ്റെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറായി മാറി. ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നു ഈ ഡയറക്ടറാണ്. പക്ഷെ ഈ ഡയറക്ടറുടെ സിനിമ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ബിജേട്ടനോട് ഞാനിത് ഷെയർ ചെയ്യപ്പം ബിജേട്ടൻ ഞാൻ പറഞ്ഞു, ബിജേട്ട സുഗമമായിട്ടുള്ളൊരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ബിജു ചേട്ടനും അത് ബോധ്യപ്പെട്ടുകൊണ്ടിട്ടാണ് നാളെ മുതൽ ഈ സിനിമ ആരംഭിക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു ബിജേട്ട. ബിജേട്ടനും ജീവന് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി വളരെയധികം സന്തോഷം. ഒരുപാട് നല്ല ക്രൂസാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇപ്പോൾ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടറൊക്കെ പുതിയതാണെങ്കിലും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ടെക്നീഷ്യന്മാരായിട്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഓരോ ആർട്ടിസ്റ്റും ഒരു ചെറിയ റോൾ ചെയ്യുന്നത് പോലും നല്ല മികവുറ്റ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. വിനയ് ഫോർട്ട് ആയിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, പിന്നെയുണ്ട് ബിൻസി ചെയ്യുന്ന ക്യാരക്ടർ. കുറേ എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടിട്ട് ഒരുപിടി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിലമതിച്ച അഭിനയമാണ് ഈ സിനിമയെ വമ്പിച്ച് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിവേ, ഈ ചടങ്ങിലേക്ക് ഇന്ന് രാവിലെ 10 മണിയാകുമ്പോൾ വരാനായിട്ട് തന്നെ മനസ്സ് കാണിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലിസ്നേട്ടാ. നമ്മുടെ ഭദ്രദീപം തെളിക്കുന്ന ചടങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഗസ്റ്റുകളെയും ക്ഷണിക്കുന്നു. ഈ 2 പേര് ചേർന്നാണ് നമ്മൾ ഭദ്രദീപം തെളിക്കാൻ പോകുന്നത്. ഞാൻ ബിൽചേട്ടനെയും ലിസൺ ചേട്ടനെയും ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മറ്റു ഗസ്റ്റുകൾ എല്ലാവരും ഒന്ന് അടുത്തടുത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ 2 പേരെയും എല്ലാവരും നമ്മുടെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ജോസഫ് വിജീഷിനെ കൂടി ഞാനൊന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു കയ്യടി കൊടുത്തുകൊണ്ട് ജോസഫ് വിജീഷിനെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചേട്ടനെയും ലിസൺ ചേട്ടനെ ഞാനൊന്ന് നമ്മുടെ ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി
ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം മാജിക് ഫ്രെയിംസിന്റെ സ്വന്തം ബിജു ചേട്ടനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബിജുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിലുപരിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പോടെ നാളെ സിനിമ തുടങ്ങുകയാണ്. എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം സ്നേഹവും സന്തോഷവും പ്രോത്സാഹനം ഞങ്ങളോടൊപ്പമുണ്ടാവണം. നന്ദി. താങ്ക് യു ബിച്ചേട്ടാ. താങ്ക് യു. നമ്മളോട് ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം, മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ പ്രിയപ്പെട്ട താരം അജ്മലിനെ ഞാൻ വേദിയിലേക്ക് അതിർപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അജ്മൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയാണ്. ലിസ്റ്റിൻ ഒരു ബ്രദറാണ് ബിജുചേട്ടൻ. ഞാൻ ഈ സിനിമയിലില്ല, പക്ഷേ മലയാളം കുറേ നാളായിട്ട് ചെയ്തിട്ടില്ല. തമിഴും തെലുങ്കൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്ത് മടുത്ത് ഇനി കുറച്ച് നാൾ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് പരിപാടികൾ പഠിക്കാനുള്ള പരിപാടി. സോ ഈ ടീമിലെ എല്ലാവർക്കും, ഗണപതി, വിനയ് ഫോർട്ട്, എല്ലാ പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വിനയ് ഫോർട്ടിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിനയ് ഫോർട്ട് ഈ ചിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിസ്റ്റിനെ മുതലാളി എന്നാണ് വിളിക്കുന്നത്. കാര്യം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റിൻ്റെ, എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6ാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ. താങ്ക് യു ലിസ്റ്റിൻ. അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല. കാര്യം അമൽ വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പം ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോയെന്ന് എനിക്കറിഞ്ഞൂട, പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമൽ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. താങ്ക് യു വിനയ് ഫോർട്ട്. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ എബ്രഹാം മതി സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഈ മഹനീയമായ ഈ ചടങ്ങിൽ പങ്കാളിയാകുവാൻ എനിക്കും സാധിച്ചതിൽ സന്തോഷമുണ്ട്. ലിസ്റ്റൻ സ്റ്റീഫൻ, ബിജുബാനയുടെ ഈ പുതിയ സംരംഭത്തിന് ഗരുഡൻ എങ്ങനെ സൂപ്പർ ഹിറ്റായി വിജയമായോ അതിലും വലിയ ഉപരിയായി സൂപ്പർ ഹിറ്റായി തന്നെ ഈ ചിത്രം തീരട്ടെ. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു. ആശംസകൾ നേരുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മറ്റൊരു പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയെ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൽപ്പറ്റയിൽ പോയിരുന്നു. അപ്പം ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, ഈ ലിസ്റ്റിൻ്റെ കൂടെ എപ്പോഴും കൂടുതലുള്ള ബോവനും മോളിൽ പട്ടിയെ പോലെ ഫുൾ ടൈം ലിസ്റ്റിൻ്റെ പുറകെ കിടക്കുന്നു. ശരിയാണല്ലേ? പട്ടിയാണോ? അപ്പം എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് എൻ്റെ പ്രാർത്ഥന ഒരുപാടുള്ളൊരു സിനിമയാണിത്. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ എല്ലാ സിനിമകളും വൻ വിജയമായ മാത്രമേ എനിക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു. നാസർ ലത്തീഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു നല്ല വേദി, ഒരു വലിയ വേദി. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫന് ഹീസ് ഗോട്ട് ദ ഗട്ട്സ്. 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചെറുപ്പക്കാരന് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ടേക്ക് 100 സിനിമ തികക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിനയ പറഞ്ഞ പോലെ തന്നെ മുതലാളി ശരിയാണ്. നമ്മുടെയൊക്കെ ഞാനൊക്കെ വന്ന കാലഘട്ടം 75-ലൊക്കെ പ്രൊഡ്യൂസറിന് മുതലാളി എന്ന് തന്നെ വിളിക്കായിരുന്നു. ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത്. എനിവേ ഒരു വലിയ മുതലാളിയാണ് അദ്ദേഹം. എല്ലാവിധ ആശംസകളും നേർന്നു. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദ ടെക്നിക്കൽ ടീം ആസ് വെൽ ആസ് ഓൾ ദ ആക്ടേഴ്സ്, എവറിബഡി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ആശംസകൾ നേരിടുന്ന ഞാൻ കണ്ണൻ താമരക്കുളത്തെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ കണ്ണൻ താമരത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രാർത്ഥനകളും നല്ല കണ്ടന്റുകൾ നോക്കി പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ് ലക്ഷ്മി ചേട്ടൻ. അപ്പോൾ ഇതും ഒരു ഗംഭീര സാധനമായിരിക്കും. നന്നാവട്ടെ. പ്രാർത്ഥനകൾ. താങ്ക് യു.
താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചിത്രത്തിന്റെ തന്നെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ പൗളി ചേച്ചി എന്ന് സ്വാഗതം ചെയ്യുന്നു. പൗളി വിൽസൺ, ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ചേച്ചി ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നീണ്ട കാത്തിരിപ്പോടുകൂടിയാണ് സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത്. നാളെ തുടങ്ങണതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന തമ്പി തന്നെ വിളിക്കാം അല്ലേ? അങ്ങനെ ഒരു സംവിധായകൻ നമുക്കുണ്ടായതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളായി ഈ കഥയും കേട്ടുകൊണ്ട് കാത്തിരിക്കണത്. ബിജുവിൻ്റെ കൂടെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയും കൂടി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിലുണ്ടാവണമെന്ന് പറയുകയാണ്. ഇനി ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് കൈമാറുന്ന ചടങ്ങാണ്. ഞാൻ പൂജാരിയെ അന്വേഷിക്കുന്നു. പൂജാരിയെ സ്ക്രിപ്റ്റ് ലിസിൻ ചേട്ടനെ ഏൽപ്പിക്കുന്നു. ലിസിൻ ചേട്ടൻ അത് അമൽ ഷീല തമ്പിയെ ഏൽപ്പിക്കുകയാണ്. അതിന്റെ ചടങ്ങിലേക്ക് കടക്കും. സ്ക്രിപ്റ്റ് കൈമാറുന്ന ചടങ്ങിലേക്കാണ്. സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ലിസിൻ ചേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങാം. അത് നമ്മുടെ മലയാളത്തിന്റെ പുതിയ ഡയറക്ടർ സംവിധായകൻ അമൽ ഷീല തമ്പി അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് മലയാളത്തിന്റെ പുതിയൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് ഈ ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പുതിയ ചിത്രത്തിന്റെ സംവിധായകൻ, മലയാള സിനിമയുടെ സംവിധായകൻ ഏറ്റുവാങ്ങുകയാണ്. ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, അമൽ ഷീല തമ്പിയോടൊപ്പം 3 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി എന്ന മാജിക് ഫ്രെയിംസിന്റെ മറ്റൊരു സഹോദര സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഈ സിനിമയിലേക്ക് അവരെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ 3 പേരെ ഒന്ന് ഈ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സൗരവ്, സോബിൻ, ശ്യാം മോഹൻ. ഒന്നൊരു ഓടിയോ പെട്ടെന്നോ ഒരു കൈയടി എടുത്തോടെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമിയിലെ പുതിയ ആരാധകർ, മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന 3 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ഇതിൽ നിന്നാണ് മലയാള സിനിമയ്ക്ക് പുതിയ താരങ്ങൾ ഉണ്ടാകാൻ പോകുന്ന 3 പേരൊന്നോടിയോ. സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമിയിൽ നിന്ന് വരുന്ന സൗരവ്, സോബിൻ, ശ്യാം മോഹൻ 3 പേര്. ഒരു കൈയടി കൊടുക്കാം. നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങുകളൊക്കെ ഏകദേശം പൂർത്തി. ഇനി ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അവറാച്ചൻ ആൻഡ് സൺസ് എന്നാണ് പടത്തിന്റെ പേര്. ഞങ്ങളുടെ മലയാളത്തിന്റെ ഫോണ്ട് റെഡി ആയിട്ടില്ല, അതുകൊണ്ടിട്ടാണ് ഇംഗ്ലീഷിൽ ഞങ്ങൾ ടൈറ്റിൽ മാത്രം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കിയത്.